ബിഗ് ബോസ് മലയാളം സീസൺ 1 മത്സരാർത്ഥിയായി എത്തിയതോടെയാണ് ഷിയാസ് കരീം കൂടുതൽ പേർക്കും സുപരിചിതനായി മാറിയത്. ശേഷം വിവിധ ടെലിവിഷൻ ഷോകളിലും ഷിയാസ് നിറസാന്നിധ്യമായി മാറുകയും ചെയ്തു. 2023 സെപ്റ്റംബറിലായിരുന്നു ഷിയാസിന്റെ വിവാഹ നിശ്ചയം നടന്നത്. ഇതിന്റെ ഫോട്ടോകളും വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായി മാറുകയും ചെയ്തു. എന്നാൽ ഏതാനും നാളുകൾക്ക് മുൻപ് ഷിയാസ് കരീം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും അതെല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്രതീക്ഷിതമായി ചില വിവാദങ്ങളിൽ ഉൾപ്പെട്ടതോടെയാണ് ഷിയാസിന്റെ വിവാഹം മുടങ്ങിയത്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വിവാഹം മുടങ്ങിയതിനെക്കുറിച്ച് ഷിയാസ് കരീം തന്നെ തുറന്നു പറഞ്ഞിരുന്നു. അഭിനയവും ജിം നടത്തിപ്പിന്റെ തിരക്കിലുമാണ് താരം ഇപ്പോൾ. അതേസമയം ബിഗ് ബോസ് സീസൺ 6 മത്സരാർത്ഥികളെ കുറിച്ച് താരം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ബിഗ് ബോസ് ഷോ കാരണമാണ് താൻ വീടും ജിമ്മും വെച്ചതെന്ന് പറഞ്ഞാണ് ഷിയാസ് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ സീസൺ 6 മത്സരാർത്ഥികളായ ശരണ്യ ആനന്ദും ജിൻഡോയും ജാസ്മിനുമെല്ലാം ഷിയാസിന്റെ പരിചയക്കാരാണ്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: സിജോയെ തല്ലുന്നതിന് മുൻപ് വരെ മാത്രമേ ഞാൻ റോക്കിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. സിജോ ഇപ്പോൾ നന്നായി ഗെയിം കളിക്കുന്നുമുണ്ട്. മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്നവരെയാണ് എനിക്കേറെ ഇഷ്ടം. ബിഗ് ബോസ് ഷോ കണ്ടിട്ടാണ് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ അവളുടെ സ്വഭാവവും എൻ്റെ സ്വഭാവവും ഒരുപോലെ ആയതുകൊണ്ടല്ല. ജാസ്മിനെ ഒരു പ്ലെയർ എന്ന രീതിയിൽ എനിക്കിഷ്ടമാണ്. ഒരു വിന്നറാകാനുള്ള ക്വാളിറ്റി ജാസ്മിൻ ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് താൻ സപ്പോർട്ട് ചെയ്തത്. പക്ഷെ അവരെ ആളുകൾ ഒരുപാട് ട്രോളുന്നുമുണ്ട്. എനിക്ക് അവരോട് വ്യക്തിപരമായി ദേഷ്യമൊന്നുമില്ല. ഞാൻ അവളെ ലൈഫിൽ 2-3 പ്രാവശ്യമേ കണ്ടിട്ടുമുള്ളൂ. റസ്മിനെയൊന്നും പ്ലെയർ എന്ന് വിളിക്കാനും പറ്റില്ല. നൈസായി നിന്ന് പോവുകയാണ്. നോറ ഒരു ശകുനി ക്യാരക്ടറാണ് കളിക്കുന്നത്. ഈ സീസണിലെ ആരോടും എനിക്ക് ഇഷ്ടക്കുറവില്ല. പക്ഷെ ഞാൻ ഇതുവരെ ആർക്കും വോട്ട് ചെയ്തിട്ടുമില്ല. പിന്നെ ഞാൻ ബിഗ് ബോസ് അഡിക്റ്റുമല്ല. ഇലക്ഷന് ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. പിന്നെയല്ലേ ബിഗ് ബോസ് ഷോയിൽ ജിൻഡോ, സിജോ, നോറ, ജാസ്മിൻ, അൻസിബ അല്ലെങ്കിൽ നന്ദന ഇവർ ചിലപ്പോൾ ടോപ്പ് 5 വന്നേക്കും. സായി കൃഷ്ണയ്ക്കും സാധ്യതയുണ്ട് കേട്ടോ. സായി വരണമെന്ന് എനിക്ക് ആഗ്രഹവുമുണ്ട്. അകത്ത് സായി പക്ഷേ കുറച്ച് സൈലൻ്റ് ആയിരുന്നു. ജിൻഡോ ബേസിക്കലി ഒരു പാവം മനുഷ്യനാണ്. ആ ശരീരം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ഇത്രയൊക്കെ കരയുമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ കരഞ്ഞതിനേക്കാൾ കൂടുതൽ ജിൻഡോ കരഞ്ഞിട്ടുമുണ്ട്. മണ്ടൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് കേൾക്കുന്നത് തനിക്കിഷ്ടമല്ല. മസിലുള്ള മനുഷ്യരൊക്കെ മണ്ടന്മാരാണോ? സംസാരിക്കാൻ കുറച്ച് കഴിവ് കുറവുണ്ടെങ്കിൽ മണ്ടനാകുമോ? അതുപോലെ ഗബ്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ജാസ്മിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ ജീവിതകാലം മുഴുവൻ എൻ്റെ ഫ്രണ്ടാക്കി വെക്കാമെന്ന്. പക്ഷെ 2 സുഹൃത്തുക്കൾ തമ്മിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല അവർ ഹൗസിനുള്ളിൽ ചെയ്തതെന്നാണ് ഷിയാസ് കരീം ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹൗസിൽ 13 മത്സരാർത്ഥികളാണ് അവശേഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ മത്സരം കാണാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബിഗ് ബോസ് പ്രേമികൾ.